ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനം തിരുവചനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചന സന്ദേശം പഴയ നിയമത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൽ 3 വ്യക്തികളെപ്പറ്റി ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഒന്നാമത്തെ വ്യക്തി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഉസിയ എന്ന് പറയുന്ന ഒരു രാജാവാണ്. ഉസിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ രാജാവായ വ്യക്തിയാണ്. വെറും 16-ാമത്തെ വയസ്സിൽ രാജാവാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ കാര്യമാണ്. ഇന്നത്തെ +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായത്തിൽ രാജാവായി തീർന്ന ആളാണ് ഉസിയ. ഉസിയ രാജാവായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് ആത്മീയ കാര്യങ്ങൾ പരിശീലിപ്പിക്കുവാൻ വേണ്ടി ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് സക്കറിയ. സക്കറിയ ഉസിയായെ ആത്മീയ കാര്യങ്ങൾ പരിശീലിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സക്കറിയായുടെ പരിശീലനത്തിലാണ് ഉസിയ വളർന്നു വന്നത്. ദൈവവചനത്തിൽ സൂക്ഷ്മമായി വായിക്കുമ്പോൾ അത്ഭുതകരമായി നമുക്ക് തോന്നുന്നു. ആത്മീയ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്ന സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം ഉസിയ നന്നായി ജീവിച്ചു എന്ന് വചനം പറയുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം പറയുന്നു, തൻ്റെ പിതാവായ അമസ്യായെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. സക്കറിയായുടെ പരിശീലനത്തിൽ ഉസിയ നല്ല വ്യക്തിയായി വളർന്നുവെങ്കിലും ഉസിയായുടെ കഷ്ടകാലത്തിന് സക്കറിയ മരിച്ചുപോയതായി ദൈവവചനം പഠിപ്പിക്കുന്നു. സക്കറിയ മരിച്ചുപോയപ്പോൾ ഉസിയ താന്തോന്നിയായി മാറി എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പടർന്നു കയറുന്ന ചെടികളുണ്ട്. കോവയ്ക്ക, പാവയ്ക്ക എന്നെല്ലാം പറയുന്ന ചെടികൾ അത് പടർന്നു കയറുന്നതാണ്. പടർന്നു കയറുന്ന ചെടികൾക്ക് ഒരു കമ്പോ കയറോ കെട്ടിക്കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് പടർന്നു കയറൂ. അതില്ലാത്തിടത്തോളം കാലം അത് താഴെ നിലത്തിലൂടെ പടരുകയും വേണ്ടത്ര ഫലങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. എന്നതുപോലെ മനുഷ്യൻ പടർന്നു കയറുന്ന ഒരു ചെടിക്ക് തുല്യമാണ്. ഒരു ഇൻസ്ട്രക്ടർ ഇല്ലെങ്കിൽ, ഒരു പരിശീലകനില്ലെങ്കിൽ വ്യക്തികൾ നന്നായിട്ട് വളരുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും പരിലാളനയും കിട്ടിയാൽ മാത്രമേ നന്നായി വളരുകയുള്ളൂ. എന്നാൽ അതില്ലാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് നന്നായിട്ട് വളരുവാൻ സാധ്യമല്ല. എന്നാൽ മൃഗങ്ങളെ നോക്കൂ. ഒരു പശു പ്രസവിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ പശുവിൻ്റെ കുഞ്ഞ് ഓടി നടക്കും. അതിന് പ്രത്യേകിച്ച് നടക്കാനോ ഓടാനോ പരിശീലിപ്പിക്കേണ്ട കാര്യമില്ല. മനുഷ്യക്കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അമ്മയുടെയും അച്ഛൻ്റെയും പരിശീലനം വേണം. എന്നതുപോലെ ദൈവവചനത്തിൽ നാം വായിക്കുന്നു, ഉസിയാക്കുണ്ടായ പരിശീലകനാണ് സക്കറിയ. സക്കറിയ ജീവിച്ചിരുന്നപ്പോൾ ഉസിയ നല്ലവനായി തീർന്നു. എന്നാൽ സക്കറിയ മരിച്ചുപോയപ്പോൾ ഉസിയ താന്തോന്നിയായി എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ബൈബിൾ ദിനവൃത്താന്ത പുസ്തകം 26-ാമത്തെ അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ 26-ന്റെ 16 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഉസിയ രാജാവായി തീർന്ന് പ്രബലനായി തീർന്നപ്പോൾ അദ്ദേഹം അഹങ്കാരിയായി തീർന്നു. എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള അഹങ്കാരം? അദ്ദേഹത്തിന് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം അർപ്പിക്കാൻ കഴിയുന്ന ധൂപം ദൈവസന്നിധിയിൽ അർപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ധൂപം അർപ്പിക്കേണ്ടത് പുരോഹിതന്മാരാണ്. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട അഹറോനും അഹറോൻ്റെ മക്കളുമാണ് അതിനുവേണ്ടി നിയമിക്കപ്പെട്ട പുരോഹിതൻ മാത്രമാണ് ധൂപാർപ്പണം ചെയ്യേണ്ടത്. ഉസിയായുടെ ദൗത്യം രാജ്യഭരണം മാത്രമാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ധൂപമർപ്പിക്കാൻ ദേവാലയത്തിൽ കടന്നു. അന്നത്തെ പുരോഹിതനായ അമാസ്യായും മറ്റ് 80ഓളം പുരോഹിതന്മാർ ഉസിയായെ തടഞ്ഞു. ഉസിയ, നീയല്ല കർത്താവിന് വേണ്ടി ധൂപമർപ്പിക്കേണ്ടത്. ഉസിയ പറഞ്ഞു, ഞാനാണ് ഇവിടെ രാജാവ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അദ്ദേഹം ദേവാലയത്തിൽ കടന്ന് ധൂപമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാർ അദ്ദേഹത്തെ തടഞ്ഞു. ഉസിയ, നീ ധൂപമർപ്പിക്കാൻ പാടില്ല. പക്ഷേ ഉസിയ ചെയ്തത് പുരോഹിതന്മാരോട് കോപിച്ചു. കോപിച്ച ക്ഷണത്തിൽ തന്നെ ഉസിയായെ ദൈവം ശിക്ഷിച്ചു. ഉസിയാക്ക് കിട്ടിയ ശിക്ഷ
വേദപുസ്തകത്തിൽ പറയുന്നു, ഉസിയായുടെ നെറ്റി മുതൽ വെളുക്കാൻ തുടങ്ങി. വെളുത്ത് ശരീരം മുഴുവൻ വെളുത്തു. അതെ, അദ്ദേഹം കുഷ്ഠരോഗിയായി തീർന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉസിയ കുഷ്ഠരോഗിയായപ്പോൾ ധൂപകലശം താഴേക്കിട്ട് അദ്ദേഹം ദേവാലയത്തിന് പുറത്തേക്ക് ഓടി. കർത്താവ് ശിക്ഷിച്ചതിനാൽ അദ്ദേഹം പുറത്തേക്ക് പോകാൻ വ്യഗ്രത കാണിച്ചു. അങ്ങനെ ഉസിയ കുഷ്ഠരോഗിയായി തീർന്നു. ജീവിതകാലം മുഴുവൻ കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട്, രാജാവായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വസതി കിട്ടിയെന്ന് മാത്രം, അങ്ങനെ ഒരു ഔട്ട് ഹൗസിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. അങ്ങനെയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല രാജാവായിരുന്നു, മിടുക്കനായ രാജാവായിരുന്നു. പക്ഷേ പരിശീലകൻ നഷ്ടപ്പെട്ടപ്പോൾ ഉസിയ താന്തോന്നിയായി. ദൈവവചനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 27-ാമത്തെ അധ്യായത്തിൽ, അഥവാ 2 ദിനവൃത്താന്തം 27-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ രാജാവായി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് യോദ്ധാം എന്ന് ദൈവവചനത്തിൽ കാണുന്നു. തുടക്കമെല്ലാം ബൈബിളിൽ വായിക്കുമ്പോൾ നല്ല രാജാവായിട്ട് കാണുന്നു. ഉസിയായെ പോലെ തുടക്കമൊക്കെ നന്നായിരുന്നു. പക്ഷെ ദൈവവചനത്തിൽ സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണാം യോദ്ധാമിനെ കുറിച്ചൊരു വാക്യം ദിനവൃത്താന്ത പുസ്തകം 27-ന്റെ 2-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പിതാവായ ഉസിയായെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ചുകൂടെ മകൻ നല്ലതായി ജീവിച്ചു എന്ന്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ മറ്റു ട്രാൻസ്ലേഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അനധികൃതമായി കാണുന്നില്ല എന്നല്ല, യോദ്ധാം ദേവാലയത്തിൽ പ്രവേശിച്ചില്ല എന്നാണ് കാണുന്നത്. ഉസിയ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ കുഷ്ഠരോഗിയായി. തൻ്റെ അപ്പനെ ശിക്ഷിച്ച കർത്താവിൻ്റെ ആ പള്ളിയിലേക്ക് ഞാനില്ല എന്ന് മകൻ തീരുമാനിച്ചു. അപ്പൻ കുഷ്ഠരോഗിയായി മരിച്ചുപോയല്ലോ, അങ്ങനെ എൻ്റെ അപ്പച്ചനെ ശിക്ഷിച്ച ആ പള്ളിയിലേക്ക് ഞാനില്ല എന്ന് മകൻ തീരുമാനിച്ചു. മകൻ ദേവാലയത്തിൽ പ്രവേശിച്ചില്ല. ദേവാലയമായിട്ട് ബന്ധം പുലർത്താതെ ആ മകൻ ജീവിച്ചതായിട്ട് വചനത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. നമ്മൾ സാധാരണ പറയും, ആശാനൊന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കുമത്രേ. അതുപോലെ മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ ഒരുപക്ഷെ ആ വഴിയിലൂടെ തന്നെ കുഞ്ഞുങ്ങൾ പോകുന്നത് കാണാം. എന്നാൽ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. യോദ്ധാം വഴിതെറ്റിപ്പോയതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ അല്പാൽപ്പം നന്മകളൊക്കെ അദ്ദേഹത്തിൽ കാണാമെങ്കിലും ഇദ്ദേഹം അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിന് മുന്നിട്ടിറങ്ങി. അദ്ദേഹം ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയതായി യോദ്ധാമിനെ കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. കുറച്ചും കൂടെ വചനം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോദ്ധാമിൻ്റെ മകൻ രാജാവായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ആഹാസ്. അദ്ദേഹത്തെക്കുറിച്ച് വചനത്തിൽ വായിക്കുന്നു. 28-ാമത്തെ അധ്യായത്തിലാണ് അത് പറയുന്നത്. 2 ദിനവൃത്താന്തം 28-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാം വാക്യം, 2 ദിനവൃത്താന്തം 28-ന്റെ 24-ാം വാക്യത്തിൽ പറയുന്നു, ആഹാസ് അഥവാ കൊച്ചുമകൻ എന്ത് ചെയ്തു? തൻ്റെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു? ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു, അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു, കർത്താവിൻ്റെ ആലയം പൂട്ടി. മിടുക്കനായ കൊച്ചുമകൻ. അദ്ദേഹം എന്താണ് ചെയ്തത്? ദേവാലയത്തിൽ പോയില്ല എന്നു മാത്രമല്ല, ദേവാലയം അടച്ചു പൂട്ടി. എന്നിട്ടോ ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ മുഴുവൻ അദ്ദേഹം ഉടച്ചു കളഞ്ഞു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. കൊച്ചുമകൻ കുറെ കൂടി അധപ്പതിച്ചൊരു വ്യക്തിയായി ദൈവവചനത്തിൽ നാം കാണുന്നു. അങ്ങനെ ദേവാലയം പൂട്ടി ദൈവത്തിൽ നിന്ന് പുറത്തുപോയ കൊച്ചുമകനെ പറ്റി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, 3 ആളുകളെയാണ് നമ്മളുടെ ചിന്താവിഷയമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പകർന്നു തരാൻ ശ്രമിക്കുന്നത്. ഉസിയ നല്ല രാജാവായിരുന്നു. പക്ഷേ അദ്ദേഹം അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് അദ്ദേഹം കുഷ്ഠരോഗിയായി, അദ്ദേഹം മദപ്പതിച്ചു, അല്ലെങ്കിൽ രോഗിയായി അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ യോദ്ധാം അപ്പൻ്റെ വഴിയിലൂടെ തന്നെ വന്നു, ദേവാലയത്തിൽ പോകാത്ത ആളായി തീർന്നു. എന്നാൽ കൊച്ചുമകനായ ആഹാസ് എന്ത് ചെയ്തു? ദേവാലയം പൂട്ടി, ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ ഉടച്ചു കളഞ്ഞു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. മാതാപിതാക്കൾ പരിശോധിക്കണം, അധ്യാപകർ പരിശോധിക്കണം, നേതൃത്വ നിരകളിൽ നിൽക്കുന്ന എല്ലാവരും സ്വന്തം ജീവിതത്തെ പരിശോധിക്കണം. ഞാൻ എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്? കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് കുഞ്ഞിലെ രാജാവാൻ സാധിച്ച വ്യക്തിയാണ് ഉസിയ.
കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് പ്രബലനായി തീരുവാൻ സാധിച്ച വ്യക്തിയാണ് ഉസിയ. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ അദ്ദേഹം അഹങ്കാരമുള്ള വ്യക്തിയായി തീർന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 13 നാം വായിക്കുന്നുണ്ട്, കീൽ തൊട്ടാൽ കറപറ്റും, അഹങ്കാരിയോട് അടുക്കുന്നവൻ അങ്ങനെ തന്നെയാകും. മൂലപാപങ്ങൾ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലാദ്യമേ നമുക്ക് കാണാം നിഗളം, ഞാനെന്ന ഭാവം, ഈഗോസെൻട്രിക് പേഴ്സണാലിറ്റി, സ്വയകേന്ദ്രീകൃതമായ ജീവിതം. ഇങ്ങനെയുള്ള വ്യക്തികൾ പതുക്കെ പതുക്കെ തകരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റലിയിലെ പിസാ ഗോപുരം അത് മില്ലിമീറ്റർ വെച്ചാണ് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പലവട്ടം ആ പിസാ ഗോപുരത്തെ നേരെ നിർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. വിശദമായ പരിശോധനയിൽ മനസ്സിലായത് പിസാ ഗോപുരത്തിൻ്റെ അടിത്തറ ശരിയായിട്ടല്ല പണിതിരിക്കുന്നത് അത്രേ. അതിൻ്റെ അടിത്തറ നല്ലതല്ലാത്തതുകൊണ്ടാണ് അത് പതുക്കെ പതുക്കെ ചെരിയുന്നത്. നമ്മുടെ ജീവിതത്തിലും നാം പരിശോധിക്കണം, നമ്മുടെ അടിത്തറ നല്ലതാണോ? ക്രിസ്തു എന്ന അടിസ്ഥാനമുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവെന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ക്രിസ്തുവെന്ന അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചെരിവ് കൂടാതെ, അധപ്പതനം കൂടാതെ, അഹങ്കാരം കൂടാതെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഇവിടെ ഉസിയാക്ക് പരിശീലകനുണ്ടായിരുന്നു. നമുക്കും നമ്മുടേതായ ഒരു പരിശീലകനുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല പരിശീലകനാണ് നമ്മുടെ യേശു കർത്താവ്. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. സത്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവിന് നമ്മുടെ ഉള്ളിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? ഇടം കൊടുക്കാത്തിടത്തോളം കാലം നമ്മൾ പതുക്കെ പതുക്കെ ചെരിവുള്ള പിസാ ഗോപുരത്തെ പോലെ, കുഷ്ഠം വന്ന ഉസിയായെ പോലെ പതുക്കെ പതുക്കെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവവചനം എന്ന കണ്ണാടിയിലൂടെ നമ്മെ തന്നെ നോക്കിക്കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും കാര്യങ്ങളിൽ നാം ഞാനെന്ന ഭാവത്തിൽ മുന്നേറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുവാൻ ദൈവവചനം നമ്മെ ഇന്ന് പരിശീലിപ്പിക്കുന്നു. അങ്ങനെ തിരുത്താത്തിടത്തോളം കാലം നമ്മുടെ പുറകെ വരുന്ന ആളുകൾ പതുക്കെ പതുക്കെ തെറ്റിപ്പോകുമെന്ന് ദൈവവചനത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. യോഥാം അങ്ങനെയല്ലേ തെറ്റിപ്പോയത്? യോഥാം ദേവാലയത്തിൽ പ്രവേശിക്കാത്ത ആളായി തീർന്നു. ഒരു അപ്പനും അമ്മയും ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് യോഥാം വഴിതെറ്റിപ്പോയതായിട്ട് നാം കാണുന്നു. യോഥാം തെറ്റിപ്പോയപ്പോൾ ആഹാസ് എന്ന കൊച്ചുമകനെ പറ്റി ദൈവവചനം പറയുന്നു, അവൻ കുറെ കൂടി അധപ്പതിച്ച ഒരാളായി തീർന്നു എന്നാണ് ദൈവവചനം നമ്മെ മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹം ദേവാലയത്തിൽ പോയില്ല എന്ന് മാത്രമല്ല, ദേവാലയത്തിലെ ഉപകരണങ്ങൾ മുഴുവൻ തകർത്ത് കളയുന്ന ഒരു വ്യക്തിയായി എന്ന് മാത്രമല്ല, ദേവാലയം പൂട്ടി അദ്ദേഹം താക്കോലും കൊണ്ടുപോയി. ഇനി ആരും ഈ ആരാധന കേന്ദ്രത്തിൽ ആരാധിക്കാൻ വരണ്ട അത്രേ. നോക്കുക പ്രിയപ്പെട്ടവരെ, തലമുറകൾ ഇങ്ങനെയാണ് അധപ്പതിച്ച് പോകുന്നത്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ പിതൃസ്ഥാനത്ത് നിൽക്കുന്നവർ, മാതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ, അധ്യാപകരുടെ സ്ഥാനത്ത് നിൽക്കുന്നവർ, ഓരോ ഉത്തരവാദിത്തങ്ങളിലുള്ളവർ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ സൽഫലങ്ങൾ പുറപ്പെടുന്ന ഒരു ജനത, ഒരു സമൂഹം ഉണ്ടാകൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരണത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് പരിശോധിക്കാം, ഏതെങ്കിലും അശുദ്ധികളുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു, അല്പം അശുദ്ധി മുഴുവൻ മാവിനെയും പുളിപ്പിച്ചു കളയുന്നു എന്ന് തിരുവചനത്തിൽ നാം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വലിയ പാത്രത്തിൽ പായസം ഉണ്ടാക്കുന്നു. പഴയകാലത്ത് വിവാഹത്തിനൊക്കെ ഒരു തുള്ളി മണ്ണെണ്ണ ആ പായസത്തിലേക്ക് വീണെന്നിരിക്കട്ടെ, ആ പായസം ഇനി ചേർത്തിളക്കി ആളുകൾക്ക് കൊടുത്തു നോക്കൂ, ഓരോ ഗ്ലാസ്സിലും മണ്ണെണ്ണയുടെ മണമുണ്ടാകും. എന്നതുപോലെ തന്നെ അല്പം പുളിപ്പ് മതി, അല്പം അശുദ്ധി മതി ജീവിതം മുഴുവൻ താറുമാറായി തീരാൻ. ഒരു ബേസിൽ നിറച്ച് വെള്ളമെടുത്തിരിക്കുന്നു, ഒരു തുള്ളി മഷി വീണാൽ വെള്ളത്തിൻ്റെ നിറമാണോ മാറുക അതോ മഷിയുടെ നിറമാണോ മാറുക? തർക്കമില്ലാത്ത കാര്യമാണ്, വെള്ളത്തിൻ്റെ നിറം മാറും. അതുപോലെ ദുർഗുണത്തിന് അപാര ശക്തിയാണ്. ദുർഗുണത്തിന് പരിശുദ്ധമായ ആ വെള്ളത്തെ മുഴുവൻ ആ മഷി കലർന്ന വെള്ളമാക്കി മാറ്റുന്ന പോലെ നമ്മുടെ വ്യക്തി ജീവിതത്തെ മുഴുവൻ കലർപ്പുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് അഹങ്കാരം എന്ന ദുർഗുണത്തിന് മനുഷ്യജീവിതത്തെ മുഴുവൻ തകിടം മറയ്ക്കുവാൻ കഴിവുണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. വളർന്നു വരുന്ന സമൂഹത്തിൽപ്പെടുന്ന ഓരോ യുവതലമുറയും കുഞ്ഞുങ്ങളും ദൈവമക്കളായി തീരേണ്ടതിന് ഈ തരത്തിലുള്ള അശുദ്ധികളിൽ നിന്ന് അകലാൻ സാധിച്ചാൽ അവർക്ക് ഉന്നതമായ വിജയം പ്രാപിക്കാൻ സാധിക്കുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്.
അതുകൊണ്ട് ഈ ഉസിയായെ പറ്റി വീണ്ടും ദൈവവചനത്തിൽ ഈ 2 ദിനവൃത്താന്തം 26 മാത്രമല്ല നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ വീണ്ടും പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യെശയ്യായുടെ പ്രവചനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഉസിയായെ കാണുന്നുണ്ട്. യെശയ്യായുടെ പ്രവചനം 66 അധ്യായമുള്ള പ്രവചനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി യെശയ്യാ 7:14 യേശുക്രിസ്തുവിൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് യെശയ്യാ 53-ാമത്തെ അധ്യായത്തിലും യേശുക്രിസ്തുവിനെ പറ്റി ഇത്രയും മനോഹരമായി വിവരിച്ചിട്ടുള്ള മറ്റൊരു പ്രവാചകനുണ്ടോ എന്ന് സംശയമാണ്. യേശുക്രിസ്തുവിനും 750 വർഷം മുമ്പാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനം നടത്തിയിരിക്കുന്നത്. 66 അധ്യായമുള്ള മനോഹരമായ പുസ്തകം. ആ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഉസിയായെ വീണ്ടും നാം കാണുന്നു. അവിടെ ഒരൊറ്റ വാക്കിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതി ചേർത്തിരിക്കുന്നു. ഉസിയ മരിച്ച വർഷം കർത്താവ് വലിയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ കണ്ട ദർശനമാണ്. ഉസിയ മരിച്ച വർഷം യെശയ്യാ മനോഹരമായൊരു ദർശനം കണ്ടു. എന്താണ് ദർശനം? കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവ് വലിയൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് യെശയ്യാ ദർശനം കാണുന്നു. ഉസിയ മരിച്ച വർഷം യെശയ്യാ കാണുന്നു ദൈവദർശനം. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ വെച്ച് തന്നെയാണ് ഈ ഉസിയ കുഷ്ഠരോഗിയായി തീർന്നത് എന്ന് നാം മറക്കരുത്. ദേവാലയത്തിൽ വെച്ച് കുഷ്ഠരോഗിയായി തീരുന്നു. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതായി കാണുന്നു. മത്തായിയുടെ സുവിശേഷം 8 ഒരു കുഷ്ഠരോഗി താണു വണങ്ങി യേശുവിനോട് പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. യേശുക്രിസ്തു കുഷ്ഠരോഗിയായ ആ മനുഷ്യനെ സുഖപ്പെടുത്തി. ഉദിച്ചുയരുന്ന സൂര്യന് അതിൻ്റെ മുമ്പിൽ അല്പം മെഴുകിട്ടാൽ ആ മെഴുക് ഉരുകിപ്പോകും. അതേ സൂര്യൻ്റെ മുമ്പിൽ അല്പം ചെളി കുഴച്ചിട്ടാൽ ആ ചെളി ഉറച്ചു പോകുമെന്ന് നാം മറക്കരുത്. അങ്ങനെ ബോധ്യമുള്ളൊരു വ്യക്തി ദേവാലയത്തിൽ വരുന്നത് ആരാധനയ്ക്ക് മാത്രമായിരിക്കും. ദൈവത്തെ ആരാധിക്കാൻ, ദൈവവചനം കേൾക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നവീകരിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും ദേവാലയത്തിൽ വരുന്നത്. എന്നാൽ ഉസിയ വന്നത് തന്നെ നവീകരിക്കാനല്ല, തൻ്റെ അഹങ്കാര പ്രവർത്തികൾ ചെയ്യാനാണ്. നമുക്ക് ഈ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് നമ്മെ പരിശോധിക്കാം. എൻ്റെ ദേവാലയ സംബന്ധമായ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കുറെ കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്ക് നിർമ്മലനായി ജീവിക്കാൻ വേണ്ടിയിട്ടോ അതോ മറ്റു പല ഉദ്ദേശങ്ങളുണ്ടോ ഈ ദേവാലയത്തിലുള്ള പോക്കും വരവിനുമെന്നും നാം പരിശോധിക്കണം. സ്നേഹമുള്ളവരെ, ഉസിയ ദേവാലയത്തിൽ വെച്ച് കുഷ്ഠരോഗിയായെങ്കിൽ ആ യെശയ്യാ പ്രവാചകൻ നോക്കൂ, അതേ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഒരു പ്രവാചകനായി മാറുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാഴ്ചയാണ്. ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരാൾ കുഷ്ഠരോഗിയായി തീരുമ്പോൾ അതേ ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റൊരാൾ പ്രവാചകനായി തീരുന്നു. അത്ഭുതകരമായ കാര്യം. യെശയ്യാ പറഞ്ഞു, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അനുദപിച്ചു. അദ്ദേഹം ഒരു യു-ടേൺ എടുത്ത് കർത്താവിലേക്ക് തിരിഞ്ഞു. താൻ അശുദ്ധമായ അധരങ്ങളുള്ളവരാണ്, അശുദ്ധിയോടെ സംസാരിക്കുന്നവരുടെ മധ്യത്തിൽ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് കുറ്റം ഏറ്റു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദൈവമായ കർത്താവ് ശുദ്ധീകരിച്ചു. അദ്ദേഹത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ ഒരു പ്രവാചകനാക്കി മാറ്റി എന്ന് വേദപുസ്തകം പറയുന്നു. വലിയ പ്രവാചകനായിട്ട് യെശയ്യാ മാറി. ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരാൾ അശുദ്ധനായി തീരുമ്പോൾ അതേ ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റൊരാൾ പ്രവാചകനായി മാറുന്നു. അതുകൊണ്ട് ദൈവത്തിനല്ല കുറ്റം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളാണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പരിശോധിക്കണം, ഞാൻ ഉസിയായെ പോലെ ഉള്ള ഒരു വ്യക്തിയാണോ അതോ യെശയ്യായെ പോലെ നിലപാടെടുക്കുന്ന വ്യക്തിയോ? യെശയ്യായെ പോലെ നിലപാടെടുക്കുന്ന വ്യക്തികൾക്കാണ് യേശുക്രിസ്തുവിൻ്റെ ദർശനങ്ങൾ ഉണ്ടാകുക. യെശയ്യാ പ്രവചനം നടത്തിയെന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. കണ്ണാടി നിർമ്മലമാണെങ്കിൽ അതിലൂടെ നല്ല ചിത്രങ്ങൾ കാണും. ചിലർ രാവിലെ തന്നെ ബ്രഷ് ചെയ്യുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നാണ്. അല്പസമയം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ബ്രഷ് ചെയ്താൽ ഈ കണ്ണാടിയിലെല്ലാം ഈ ഉമിനീരും പേസ്റ്റും കൊണ്ട് പിന്നെ അത് നിറഞ്ഞിരിക്കും. എന്നാൽ ഇനി അടുത്ത ആൾ നമ്മുടെ വീട്ടിലെ അപ്പച്ചനൊന്ന് ഷേവ് ചെയ്യാൻ വരുന്നിരിക്കട്ടെ, ആ അപ്പച്ചൻ്റെ മുഖം കാണാൻ കഴിയില്ല. കണ്ണാടി കഴുകിയാൽ മാത്രമേ അപ്പച്ചനെ തന്നെ കാണാൻ കഴിയൂ. എന്നതുപോലെ ധാരാളം പേരുടെ മനസ്സ് നിർമ്മലമല്ലാത്ത മനസ്സ് വെച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ അയാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്ത എന്നെ ശുദ്ധീകരിക്കണമേ എന്നുള്ളതാണ്. ഏറ്റവും വലിയ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഉന്നതമായിട്ടുള്ള പ്രാർത്ഥനയാണ് അനുതാപ പ്രാർത്ഥന. ദൈവമേ, തെറ്റിപ്പോയി എന്ന് പറയുന്ന പ്രാർത്ഥന. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ദൈവമേ, കനിയണമേ.
ദൈവമേ എന്നോട് കരുണ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്നോട് അലിവ് തോന്നണമേ, കരുണ തോന്നണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. ആ ദാവീദിനെ ദൈവം ശുദ്ധീകരിച്ചു. ദൈവം നമ്മളെ കൈവിടുന്നവനല്ല. ഉസിയായെ പോലെ അഹങ്കാരമുണ്ടായാലും, യോദാവിനെ പോലെ വഴിതെറ്റിപ്പോയ ആളാണെങ്കിലും, ആഹാസിനെ പോലെ ദേവാലയത്തിലെ പാത്രങ്ങൾ തകർത്ത് അത് പൂട്ടാൻ കൂട്ടുനിന്ന ഒരാളാണെങ്കിലും, ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ കുറവുകളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു, എൻ്റെ കുറവുകളിൽ അവിടുത്തെ ക്രൂശിലെ രക്തമൊരു തുള്ളി വീഴിച്ച് എന്നെ ശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഏതൊരു പാപിക്കും കർത്താവ് വഴി തുറന്നിട്ടിരിക്കുന്നു. പാപത്തിലേക്ക് ആയിരക്കണക്കിന് വഴികളാണ്, ആയിരക്കണക്കിന് വഴികൾ. എന്നാൽ ദൈവത്തിലേക്ക് ഒരൊറ്റ വഴി മാത്രം. ആ വഴിയാണ് യേശു ക്രിസ്തു. ആ വഴിയിലേക്ക് ആരെല്ലാം തിരിയുന്നുവോ അവനെ മാറോട് ചേർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് മറക്കരുത്. ആ ദൈവത്തിന് നമ്മളെ മാറോട് ചേർക്കാൻ പറ്റും. ധൂർത്തപുത്രനെ നോക്കൂ, അദ്ദേഹം പിന്നെ ധൂർത്തനായി ജീവിച്ച് എല്ലാം നശിപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് ദൂരെ നിന്ന് തന്നെ കണ്ടു, മകനെ കണ്ടിട്ട് പിന്നെ പരിചാരകരോട് പറഞ്ഞോ, അവനെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞോ? ഇല്ല. മുഷിഞ്ഞു നാറിയ ഉടുപ്പുമായിട്ട് വരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് മാത്രമല്ല മനസ്സും ഹൃദയവും മുഷിഞ്ഞു നാറിയതാണ്. പിതാവ് വേലക്കാരയച്ച് അദ്ദേഹത്തെ കുളിപ്പിക്കാനല്ല പറഞ്ഞത്, പിതാവ് ഓടിച്ചെന്നു, മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഈ മകൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, അവനെ തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു. ഇതാണ് പിതാവിൻ്റെ സ്നേഹം, വാത്സല്യം. ആ പിതാവ് നമ്മളുടെ തിരിച്ചുവരവും ആഗ്രഹിക്കുന്നു. ആരാണ് ഈ തിരുവചനം കേട്ടിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്? ആ തിരിച്ചു വരുന്ന ആളുകളെ കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കുരിശുമരണം തന്നെ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു പറയുന്നത്. കർത്താവിനെ നമ്മളെ രക്ഷിക്കണമേ എന്നല്ല, കർത്താവ് നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ അത് സ്വീകരിച്ചാൽ മാത്രം മതി. കത്തിജ്വലിക്കുന്ന സൂര്യൻ ആകാശത്തുണ്ടെങ്കിലും ആ പ്രകാശത്തെ സ്വീകരിക്കാൻ നീ മുറിക്കകത്തിരുന്നാൽ എങ്ങനെ നിനക്കത് ലഭ്യമാകും? നീ പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ആത്മാർത്ഥമായി ഈ തിരുവചനം ശ്രവിച്ച ആളുകൾ നാഥനെ സ്വീകരിക്കാൻ തയ്യാറാകണം. യോഹന്നാന്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാകാൻ അവകാശം കൊടുത്തു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, അവിടെ ജ്ഞാനിയെന്നോ ജ്ഞാനമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ, സൗന്ദര്യമുള്ളവനെന്നോ വൈരൂപ്യമുള്ളവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന ആ കർത്താവ് നിന്നെ വിളിക്കുന്നു. നിൻ്റെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാമോ? ഉസിയായെ പോലെയും യോദാമിനെ പോലെയും ആഹാസിനെ പോലെയും തെറ്റിപ്പോയാലും നാഥൻ വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കട്ടെ, രൂപാന്തരപ്പെടട്ടെ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് കൊടുക്കാം. നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൻ്റെ ഉന്നതമായ ദാനത്തിന് നന്ദി പറയുന്നു. തിരുവചനം ഞങ്ങൾ ശ്രവിച്ചു, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകളായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. മനുഷ്യരുടെ മാനുഷിക സ്വരമായിട്ടല്ല, സ്വർഗം കേൾപ്പിച്ച സ്വരമായി ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. ഞങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന പാപകുഷ്ഠത്തെയും ഞാനെന്ന അഹങ്കാരഭാവത്തെയും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പണം ചെയ്യുന്നു. നാഥ, നിൻ്റെ ക്രൂശിലെ രക്തം കൊണ്ട് ഞങ്ങളുടെ ഉള്ളുമുള്ളായ്മയും കഴുകി നിർമ്മലമാക്കണമേ. അന്ധകാരം മാറ്റി ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കർത്താവിൻ്റെ കൃപ ഞങ്ങളെ നയിക്കുമാറാകണമേ. ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. എല്ലാ പ്രാർത്ഥനകളും യേശു മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.